മനസ്സിലായേ ഇത് വീഡിയോ ആണ്, യൂട്യൂബ് ആണ്? ഞാൻ പുറത്തിറങ്ങിയപ്പോ മനസ്സിലായി പെണ്ണുങ്ങൾ പറയാ ഫേമസ് താത്ത പോണു. അതിന് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടി 7,000 രൂപ കിട്ടി. ഞങ്ങൾക്ക് നല്ല അൽഫാമും കൊടുന്നു. യൂട്യൂബ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ അൽഫാം തിന്നാൻ തുടങ്ങി. അതൊരു സംബന്ധം കഞ്ഞി ചെയ്തത്. ഏറ്റവും പുതിയ വിശേഷം ബേബീനെ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പൊ എട്ടാം മാസല്ലേ? ഞാൻ തെറ്റിയാലോ? ഇപ്പൊ പൊക്കി പറഞ്ഞോണ്ട് നൗഫൽ ഇഷ്ടമല്ലാത്തൊരു 3 കാര്യങ്ങൾ ഞാന് പൊക്കി പറയണ്ട. ഞാൻ എന്നെ തന്നെ പൊക്കി കാണിച്ചു. ആദ്യം ഇപ്പം നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും ആ വീട്ടിൽ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോണേ? പാല് കാച്ചിട്ടിരിക്കും. ലൈഫിൽ എനിക്ക് ഞാൻ ചെയ്ത ഏറ്റവും സന്തോഷമായ ആ കാര്യം എന്താ? നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്. ഉമ്മ ബിഗ് ബോസ് ആണോ? അത് കാണും. ഇഷ്ടാണോ? ആരും ഇഷ്ടം? ഇവിടുത്തെ പെണ്ണുങ്ങളൊന്നും ഇഷ്ടമല്ല. ആണുങ്ങൾ ഇഷ്ടാണോ? ആണുങ്ങളില്ല പെണ്ണുങ്ങളില്ല. ആരും ഇഷ്ടല്ലേ? പിന്നെ എന്തിനാ കാണുന്നത്? രസം. അപ്പൊ ഞാനിപ്പോ പേരെന്താന്ന് ചോദിച്ചാ അമ്മ വെച്ചിട്ടുള്ള ഒരു പേര് പറയാം. ഉമ്മോന്റെ പേരെന്താ? ഉമ്മാവല്ലേ നൗഫൽ. വെച്ചിട്ട് പറയണോ? മകൻ. ഉമ്മാക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം? മാവേലി സ്റ്റോർ. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? മീൻവണ്ടി. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഒരു വീടാകുന്നത് ആ വീട്ടിലുള്ള ആൾക്കാർ കൂടുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാകണം അല്ലെ? കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം. സോ അങ്ങനെയുള്ള ഇമ്പമുള്ള ഒരു കുടുംബത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നൗഫൽ ആൻഡ് ഫാമിലിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നമ്മളിപ്പോൾ അവരുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും പുതിയൊരു സ്ഥലം. അപ്പം ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആണ്, പ്രത്യേകിച്ച് ഉമ്മയുടെ തഗ് എന്നൊക്കെ പറഞ്ഞപ്പോ കൊറേ ഇൻസ്റ്റാ പേജിലും രണ്ടെണ്ണം കഴിഞ്ഞു. തഗ്ഗല്ല, ഇന്റർവ്യൂ. ഇന്നലെ പറഞ്ഞ ഡയലോഗ് ഒക്കെ ഇല്ലേ, അത് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പിള്ളേര് വീഡിയോ ആക്കി വൈറലായി. അറിഞ്ഞു വല്ലതും? ഇനി തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ടി അങ്ങനെ ആക്കി തന്നിക്കണ പോലെ. ഉമ്മ കണ്ടോ? വീഡിയോ കണ്ടോ? അതിന്റെ ഒരു ഇത് ചോദിച്ചു നോക്കി. മറ്റേ ഇപ്പൊ ഒരു പരിപാടിക്ക് പോയിട്ട് ഇപ്പൊ എവിടെ പോയതാ? ഇപ്പൊ ഞങ്ങൾ അവിടെ ഒരു അജ്ജിന് പോണ മൗലൂദ് ഉണ്ടായിരുന്നു. അതിന് പോയതപ്പോ ആൾക്കാര് നമ്മളങ്ങോട്ട് ഈച്ച പൊത്തും പോലെ പൊത്തി. ആകെ പൊട്ടു ഞാന്. ഫാൻസ് അല്ലേ? എന്ത് പറഞ്ഞവര്? അതന്നെ നിങ്ങളെ ഇന്റർവ്യൂ കണ്ട് ഞങ്ങൾ ചിരിച്ച് മൂത്രമൊഴിച്ചു പറഞ്ഞു. ഉമ്മക്ക് കാണിച്ചു കൊടുത്ത വീഡിയോസ്? ഇന്റർവ്യൂ കണ്ടിട്ടില്ല, പകുതിയായിട്ട് ഒന്ന് കറണ്ട് പോയി. ഞങ്ങളിത് ടിവിയിലിട്ടിട്ടാ കണ്ടത്. അല്ല, ട്രോളൊക്കെ കണ്ട മറ്റേ. പിന്നെ നമ്മള് പറഞ്ഞത് നമ്മള് തിരുത്തിയിട്ട് വേറെ ഇത് കാണൂല. ഞാൻ കാണൂല. ഓ, രണ്ടാമത് കാണൂല, ലൈവായിട്ടുള്ളത് മാത്രം. ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പൊ ഉമ്മയാണ് സ്റ്റാർ. എപ്പോഴും ഉമ്മയാണ് സ്റ്റാർ. പക്ഷെ ഇപ്പൊ ഇന്റർവ്യൂ സ്റ്റാർ മറ്റേ ധ്യാൻ ശ്രീനിവാസനൊക്കെ പോലെ തഗ്ഗിന്റെ ഉമ്മാന്നൊക്കെ. ഇപ്പൊ ഏറ്റവും പുതിയ വിശേഷം ബേബീനെ എക്സ്പെക്ട് ചെയ്യുന്ന, അപ്പം ആ ഒരു ഫീൽ എന്താ? നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഉമ്മ ഇപ്പൊ ആവാൻ പോകുന്ന അത് നല്ല ഫീലാണ്. ഇപ്പൊ എന്താ വെച്ചാൽ ഇന്നലെയാണ് ഞങ്ങൾ എന്താക്കിയത് അറിഞ്ഞതല്ല. അവിടെ നമ്മൾ 8ാം മാസം ചെക്കിങ്ങിന് പോകുമ്പോ ഞാൻ പുറത്താ നിന്നേ. ഞാൻ പുറത്ത് നിന്നിട്ട് ഇവളും ഉമ്മയും പാടെയാണ് ഉള്ളിലോട്ട് പോയത്. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താ പറയാ, ഞാൻ പുറത്ത് ഇങ്ങനെ കാട്ടുക. ഇവിടെ ഉമ്മ വന്ന കൂടെ വേഗം വാന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ പകുതി പോയി. അങ്ങനെ രണ്ടാളെ ഇരുത്തി ഈ അവസ്ഥ ഇപ്പൊ 8ാം മാസല്ലേ? അല്ല, ഞാൻ തെറ്റിയാലോ, പറഞ്ഞത് തെറ്റിയാലോ വെച്ചിട്ട് അങ്ങനെ ആൾ ചോദിച്ചപ്പോ അപ്പൊ ഭയങ്കര ഇപ്പൊ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൂടിയൊരു ഫീലുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്കളിയായിരുന്നു. മൊത്തം മെച്ചോർഡായി. ഇവിടെ എന്ത് തോന്നുന്നു? ഇവിടെ എന്താ ഇതുവരെ കല്യാണങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് അത്ര ഇതില്ല. ഇപ്പോഴാണ് പ്രഗ്നന്റ് ബേബി വരാനായിരുന്നു ഇങ്ങനെ തോന്നുന്നത്. ഇന്നലെ ഞങ്ങളെ ബേബിക്കുള്ളൊക്കെ നമുക്ക് ഫുൾ മൊത്തത്തിൽ ഒരുക്കി വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആക്കി വെച്ച്. ഡേറ്റ് എല്ലാം കിട്ടും. എക്സ്പെക്ടിംഗ് ഡേറ്റ് അങ്ങനെ ജൂൺ 25 പറയണത്. നേരത്തെ ഉണ്ടാവുന്നു. അതിന് മുന്നേ എന്തായാലും അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് ഉണ്ടാവും. മുന്നേ ആയിരിക്കും. ഇങ്ങനെ ഇന്ന ബേബി അങ്ങനെ ആഗ്രഹം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഉമ്മക്ക് എന്ത് ബേബി? എന്ത് ബേബിയാണ് അല്ല തന്നെ കയ്യേറ്റി പോകും. അതെ,
അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പം നിങ്ങളുടെ സ്റ്റോറി എടുത്ത് നോക്കുമ്പോഴേക്കും ശരിക്കും ഇപ്പൊ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയി, കുറെ ഫാൻസ് ആയി, ഇത് ഇന്ന് തന്നെ പറഞ്ഞു പുറത്തിറങ്ങിയ പേജ് പൊതിഞ്ഞു എന്നൊക്കെ. പക്ഷെ ഇപ്പോഴും ആ ഒരു സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാർ, ഇപ്പം പെട്ടെന്ന് ഫോളോവേഴ്സ് വരുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ ലൈഫ് സ്റ്റൈൽ ഒരു ഗ്രാജുവൽ ചേഞ്ച് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ സ്റ്റിൽ ആ ഒരു എങ്ങനെയാണോ വന്നത് ആ ഒരു വഴിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്റ്റാർട്ടിങ് ടിക്ടോക്കിൽ വീഡിയോ ചെയ്ത് തുടങ്ങി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് അത് നിന്നപ്പോൾ യൂട്യൂബിലേക്ക് വന്നു. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ശരിക്കും? അപ്പൊ വിചാരിച്ചിരുന്നോ യൂട്യൂബ് ഇങ്ങനെ റവന്യൂ കിട്ടും അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ചേഞ്ചസ് ഉണ്ടാക്കും എന്നൊക്കെ? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ടിക്ടോക്കിൽ സത്യം പറഞ്ഞ ഒരുപാട് ഇതുണ്ടായിരുന്നു. അതായത് ഡിവൈറ്റ് അടിച്ചിട്ടും മെസ്സേജസ് വന്നിട്ടും പക്ഷെ അതിനൊരു വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല ടിക്ടോക്കിന്ന്. ടിക്ടോക്ക് പോയതാണ് ലൈഫ് മാറിയത്. ചിലപ്പോ നന്നായി. യൂട്യൂബിനെ കുറിച്ച് എനിക്കൊരു ABCD അറിയില്ലായിരുന്നു. അങ്ങനെ യൂട്യൂബിൽ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് ആ ടിക്ടോക്ക് നമ്മൾ കുറച്ച് ആളുകൾ മുഖം പരിചയപ്പോൾ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അങ്ങനെ പെട്ടെന്ന് മോണിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയി. അതിന് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടി. 7,000 രൂപ കിട്ടി. 7,000 8,000 രൂപ എന്താ സംതിങ് $100 ആയി കഴിഞ്ഞാൽ കയ്യിൽ കൊടുന്നു കൊടുത്ത്. അപ്പോ എനിക്കറിയില്ല. അപ്പൊ യൂട്യൂബ് എടുക്കുകയാണ് അൽഫാമിൽ ഞങ്ങൾ ഇങ്ങനെ ഞാനും ചക്കരി ഉണ്ടായിരുന്നു. ഇങ്ങനെ തിന്നുമ്പോ ഇപ്പൊ വീഡിയോ ഇങ്ങനെ എടുക്കുന്നുണ്ട് ഞങ്ങളുടെ മൂത്തുക്കട. സംഭവം എന്താ വെച്ചാൽ ഇവർക്ക് ഇവരൊക്കെ വീഡിയോ എടുക്കുന്നത് ഇവർക്ക് അറിയില്ലായിരുന്നു. വീഡിയോ എടുക്കുന്നത് പുറത്തെ ആളുകൾ കാണുന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കിട്ടിയ അവര് നിന്ന വീഡിയോയിൽ ആദ്യം ശമ്പളം അവർക്ക് തന്നെ അങ്ങനെ കൊടുക്കുക. യൂട്യൂബ് ഉണ്ടായിട്ടാണ് ഞങ്ങൾ അൽഫാം തിന്നാൻ തുടങ്ങി. അതൊരു സംബന്ധം കഞ്ഞിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ മറ്റേ അമ്മമ്മേനെ കൊണ്ട് പറഞ്ഞു പഠിപ്പിച്ചത് യൂട്യൂബ് ഉള്ളതുകൊണ്ട് അൽഫാം ശരിക്കും കേട്ടോ. ഞങ്ങൾക്ക് 7,000 ഉറുപ്പിക ഉമ്മ ഇതാ എനിക്ക് പൈസ പറഞ്ഞിട്ട് കൊടുത്തു തന്നു. അന്ന് വരുന്ന വരവിൽ ഓന് അൽഫാം കൊടുത്തിരുന്നു. അന്ന് ആദ്യമായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ ഇടക്കിടക്ക് അൽഫാം കൊണ്ടു. പിന്നെ യൂട്യൂബിൽ ഡെയിലി ഉണ്ടല്ലോ പിന്നെ ഡെയിലി അൽഫാം. അപ്പൊ ഞങ്ങൾ തിന്നുമ്പോ ഞങ്ങളുടെ മൂത്തുക്കട ഇപ്പൊ ഇങ്ങനെ ഫോൺ കൊണ്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ. പിന്നെ എപ്പോഴും മനസ്സിലായേ ഇത് വീഡിയോ ആണ് യൂട്യൂബ്? പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോ മനസ്സിലായി പെണ്ണുങ്ങൾ പറയാ ഫേമസ് താത്ത പോണു. അപ്പോഴാണ് ഞാൻ ഇത് നിങ്ങൾ അങ്ങനെ അറിയുന്നു വെച്ചപ്പോ നൗഫല് വീഡിയോ ഇടുന്നുണ്ട് ഫോൺ കട. അത് കണ്ടു നോക്കിയായിരുന്നു ആ വീഡിയോ? പിന്നെ ചക്കര അങ്ങനെ കാണിച്ചു തരാൻ തുടത്തി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാം പറയുന്നുണ്ട് ഇവിടെ. ഞാൻ ഒന്നും ഒടിച്ചില്ല. ഞാൻ മുണ്ടൊന്നും നിൽക്കുന്നുണ്ടാവും. ഇപ്പൊ കുറഞ്ഞ എന്റെ മുകളിൽ സാളൊക്കെ ഉണ്ടാവും. തലയൊന്നും കാണിക്കൂല, മുണ്ടൊക്കെ ഇടിപ്പിക്കും. അപ്പൊ ഇങ്ങനെ നോക്കരുത് എന്താ ആരെങ്കിലും വരിയായിരിക്കും മൂല്യന്മാരും തട്ടിടും. കാരണം നമ്മളെന്താന്ന് വെച്ചാൽ തട്ടിടായിരിക്കും. അതിനും വേറെ ബാഡ് കമന്റ് കേൾക്കാൻ. അല്ല അങ്ങനെ ബാഡ് കമന്റിൽ നിന്നല്ല, എനിക്കത് താല്പര്യമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യമാണത്. അപ്പൊ ഇങ്ങനെ തലയിൽ തട്ടിടുമ്പോ ഞാൻ വിചാരിച്ച ആരെങ്കിലും വരുന്നുണ്ടോ ചോദിക്കും. ആരെങ്കിലും വരുമ്പോഴല്ല ഞാൻ മുടി കാണുന്നതിന് തട്ടിടുക. അപ്പം വരുന്നത് വീഡിയോ കൊണ്ട് ഇരിക്കുമല്ലോ, ഫോണുകൊണ്ട് ഇരിക്കും. അങ്ങനെ കുറെ ഇതായിട്ടുണ്ട്. ശരിക്കും നിങ്ങളുടെ വീഡിയോസിന് ഏറ്റവും ഒരു പ്രത്യേകത തന്നെ എഡിറ്റിംഗ് ഒന്നുമില്ല. നമ്മളിവിടെ എന്താ പറയുന്ന വെച്ചാൽ അതന്നെ. ഡ്രസ്സിങ്ങും അതന്നെ. ഇവിടെ ചിലപ്പോ അടുക്കള ചിലപ്പോ മാക്സി ആവും, അല്ലെങ്കിൽ ഞാനല്ല ടമ്മ. ഞങ്ങൾ ലിഫ്റ്റ് കേൾക്കൂല, കണ്ണ ഇതുപോലെ ഒന്നും ചെയ്യില്ല. അതെ ഞങ്ങളെ അടുക്കളയിൽ എന്താ ചെയ്യുന്നത് അതന്നെ. എന്റെ ചക്കര ചിലപ്പോ കീറ മാക്സി ഒക്കെ കല്യാണം പറഞ്ഞേക്കൂടെ. അത് ഓരോ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ മാക്സികളൊക്കെ. ചക്കരക്കൊരു മാക്സി വാങ്ങിച്ചു കൊടുത്തില്ല. ഓൾക്ക് ഇഷ്ടംപോലെ ഡ്രസ് ഉണ്ട്. പക്ഷെ ഓരോരുത്തരും ഇഷ്ടമാണ് വീട്ടിൽ എന്ത് ഡ്രസ് ഇടുന്നത്. അവരെ ഇതല്ലേ, അവര് ഇഷ്ടമുള്ള ഇട്ടോട്ടെ. ശരിക്കും പിന്നെ മാക്സി കിട്ടാൻ കാറ്റ് തന്നെ കൊള്ളും. അടുത്ത ടിക്കറ്റ് റെഡിയാക്കി ഇതിപ്പോ അതല്ലല്ലോ. ഇത് നല്ല ടൈറ്റിൽ കൊണ്ട് ഇടുമ്പോ ആവി ഒന്നാമത്തെ ചൂടല്ലേ. അവള് ക്ലാസ് ഒക്കെ ഇട്ട് വന്നാ ഇടണ. ക്ലാസ് പോകുമ്പോഴൊക്കെ അവള് ഡ്രസ് വേറെ രസം. നിങ്ങൾ ഉമ്മാനോട് ഇങ്ങനെ ചുമ്മാ നിർത്തൂലട്ടോ, പറഞ്ഞോണ്ടേ ഇരിക്കും. ഉമ്മയില്ലെങ്കിൽ ഇന്റർവ്യൂ വേണ്ടതായിരുന്നു. അതാ ഞങ്ങൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നേ. ഉമ്മ ഒരു കല്യാണത്തിന് മൗലൂദിന് പോയിട്ട് വന്ന് ഞങ്ങൾ അത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നത്. ഉമ്മ അത്ര സ്റ്റാർ ആയിരുന്നു വേണ്ട. പക്ഷെ ഇപ്പം കമന്റ്സ് എടുത്ത് നോക്കുമ്പോഴും വീഡിയോസ് നോക്കുമ്പോഴും ഒരു ഫാമിലീനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഫാമിലിയുടെ അത്താണിയായിട്ടുള്ള ഒരു മകൻ. എനിക്കറിയാം ഒരു ബുദ്ധിമുട്ട്. ഇപ്പം ഞാൻ എന്റെ ഫാമിലിനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. സോ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും നല്ലൊരു മകനെ കിട്ടിയതിൽ
ഭയങ്കര അഭിമാനം കൊള്ളുന്ന ഒരു ഉമ്മയാന്ന് മനസ്സിലായി. എന്നാലും ഇപ്പൊ പൊക്കി പറഞ്ഞോണ്ട് നൗഫൽ ഇഷ്ടമല്ലാത്തൊരു 3 കാര്യങ്ങൾ. ഇത് കുറെ ഇന്റർവ്യൂ കഴിയുന്നത് ആദ്യം ചോദിക്കാത്ത ചോദ്യം. ഞങ്ങൾ അങ്ങനെ പൊക്കിക്കൊണ്ടുവിടും. ഇതിലുണ്ടായി ഉടമ്പണല് പൊക്കി ഉടമ്പണല്ലേ ടിവിയില് മൈക്ക് പിടിച്ചിട്ട് ഉടൻ പണം അതില് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് ഞാന് പൊക്കി പറയും. പൊക്കി പറയണ്ട, ഞാൻ ഇന്നെ തന്നെ പൊക്കി കാണിച്ചിടും. വാക്സിൻ കൊണ്ടിട്ടു അതേമാതിരി പറഞ്ഞ പൊക്കി കാണിച്ചല്ല. ഞാൻ പറയില്ല, നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? എന്നോടല്ല ചോദിച്ചാ എന്നോട് ചോദിച്ചു. ആരോട് ചോദിച്ചേ? നൗഫല് എല്ലായിടത്തും നല്ല അഭിപ്രായം, നല്ലൊരു മോൻ. പക്ഷെ ഉമ്മക്കറിയാം മക്കളുടെ തനി സ്വഭാവം. പറ ഒരു 3 കാര്യം പറ. തനി സ്വഭാവം പറഞ്ഞ ഭയങ്കര ദേഷ്യമാണ്, കലിപ്പനാണ്. ചിലപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ വേറെ ദേഷ്യപ്പെട്ടു പോകും. അതാണ് ഒന്ന്. പിന്നെ രാത്രി കുറെ ഒഴുകി വരും. 2 ഒന്നെന്താണ് 3 കാര്യം പറയാൻ പറഞ്ഞിരിക്കണേ. ഞാൻ പറഞ്ഞിട്ട് ഫുഡ് ഇവിടുന്ന് കഴിക്കൂല. ഫുഡ് വീട്ടിൽ നിൽക്കില്ല. ഇല്ല, നമ്മള് ഒക്കെ മേശപ്പുറത്ത് വെക്കും, തിന്നില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കും, തിന്നില്ല. അന്ന് തിന്നാത്തെ കുടുംബം അത്രയും നോക്കണ ആള് ഫുഡ് ഇങ്ങനെയില്ല, ദേഷ്യപ്പെടും. പിന്നെ നേരത്തിന് വീട്ടിൽ ഇതിപ്പോ കായില്ലേ, കുടുംബം നോക്കാത്ത ആളായില്ലേ. ഇതെന്താണ്? അല്ല, ഞാൻ ഒന്നാമതെന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ ഒറ്റ കാരണം കൊണ്ടാണ്. എനിക്ക് ജോലിയുണ്ട്. അതായത് ആളുകളുടെ വിചാരം എപ്പോഴും ഒരു യൂട്യൂബ് എടുത്ത് നടത്തുന്ന ഒരാളാണെന്ന്. അല്ല, എനിക്ക് സ്റ്റുഡിയോയിൽ വർക്ക് ഉണ്ട്. ചിലപ്പോൾ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ വീഡിയോ എടുത്തതിന് ശേഷം സ്റ്റുഡിയോയിൽ പോയി ഞാൻ പാട്ട് പാടുന്നത്, അതായത് വിഷ് സോങ്. ഇപ്പോൾ ബർത്ത്ഡേ, വെഡിങ്, പിന്നെ താലികെട്ട്, നൂലുകെട്ട്, പിന്നെ സുന്നത്ത് കല്യാണം, കാതുകുത്ത്, അങ്ങനെ ഒരുപാട് പാട്ടിനൊക്കെ നമ്മൾ ആശംസ പാടുന്ന പാട്ട് പാടി വരുമ്പോഴൊക്കെ 2 മണിയാവും. കാരണം ഈ ഒരു കുടുംബം മൊത്തത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു വരുമാനം മാത്രം. ഇപ്പം മസ്താനി പറഞ്ഞല്ലോ നേരത്തെ, ഒരു കുടുംബം 2 അറ്റം മുട്ടിക്കണിക്ക് എന്തൊക്കെ പാടുണ്ടെന്ന്. നല്ല പാടില്ലേ? അപ്പൊ ഞാനൊരാള് വീട് വെക്കണം, പെങ്ങളെ കെട്ടിക്കണം, കുടുംബം നോക്കണം, ഹോസ്പിറ്റൽ കേസ് നോക്കണം, ഇവിടെ ഡെലിവറി നോക്കണമെങ്കിൽ ഞാൻ എത്ര പണിയെടുക്കണം? ആണ്ടേ? അല്ല, നമ്മൾക്ക് ആരും സത്യം പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. കാരണം വാടക വീട്ടിൽ നിന്ന് എത്രയോ വർഷം വാടക വീട്ടിൽ നിന്ന് ഒരു നേരത്തെ അന്നത്തിന് പോലും നമ്മൾ ഇതായിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ പട്ടിണിയും കാര്യങ്ങളൊന്നും കടന്നില്ല. അപ്പൊ അങ്ങനെ ജീവിച്ച് വന്ന ഒരാൾക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ വലിയ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു മിറാക്കളാണ് ലൈഫിൽ. ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പോഴും സ്വപ്നം കാണുക എന്നുള്ള ചിന്ത മാത്രമാണ് എനിക്ക്. ഒരുപാട് സംഭവങ്ങൾ യൂട്യൂബ് വന്നതിന് ശേഷം ലൈഫിൽ മാറിയിട്ടുണ്ട്. നല്ല രീതിക്ക് പെങ്ങളെ കെട്ടിച്ചു വിടാൻ പറ്റി. പിന്നെ ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത പെരയാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ പെര എപ്പോഴും അവിടെ എങ്ങനെയാണ് അത് കയറിയിരുന്നത്. കാരണം തറ ഇടുമ്പോൾ എൻ്റെ കയ്യിലാകെ 40,000 രൂപയുള്ള അതിപ്പോൾ ഏകദേശം വീടിൻ്റെ പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നടന്നു പോയി? ഇതുവരെ ലോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. ലോൺ എടുക്കില്ല എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ ലോൺ ഇല്ലാതെ ഇന്ത്യയിൽ എപ്പോൾ ഉണ്ടാവണം അതിനനുസരിച്ച്. കാരണം എൻ്റെ ഫുൾ വർക്ക് ചെയ്യണ എമൗണ്ട് കംപ്ലീറ്റ് പോകുന്നത് പെരയിലോട്ടാണെന്ന് മാത്രം. ശരിക്കും സ്വന്തം വീടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയൊരു സ്വപ്നം തന്നെയാണ്. ഇപ്പം വാടക കൊടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീട്, ഒരു മുറിയാണെങ്കിലും നമ്മുടെ എന്ന് പറയുന്ന ഒരു വീട്. അപ്പം ആ ഒരു വീട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഫുൾ കംപ്ലീറ്റ് പണിയൊക്കെ. ഉമ്മക്ക് ഇപ്പൊ എന്താ ഒരു ഫീല്? സ്വന്തം മകൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇപ്പൊ സ്വന്തമായിട്ട് നല്ലൊരു വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീടില്ലാതെ ഇരുന്നതായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇപ്പൊ വേറെ വീട് കെട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലോ. ആദ്യം ഇപ്പം നമ്മുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ശരിക്കും ആ വീട്ടിൽ ആദ്യം എന്തായിരിക്കും ചെയ്യാൻ പോണേ? പാല് കാച്ചിട്ടിരിക്കും. അല്ല, ഈ ചോദിച്ചാലും ഉത്തരം കിട്ടിയത്. ആദ്യം ഒരു വീട് തുടങ്ങുമ്പോ എന്താ ഉണ്ടാവുക? പാല് പാല് കാച്ചിട്ടിരിക്കും. തീർന്ന് എനിക്ക് ഞാൻ കുറച്ചാൾ ഏറിന്ന് താഴെ ഇറങ്ങിയത്. അത് ശരിയാ. പക്ഷെ എന്നാലും ഇപ്പം ബന്ധുക്കളെയൊക്കെ വിളിക്കും, എല്ലാരും വിളിക്കും. എന്റെ ഒരു മകനുള്ളത് പെരയിക്കുമ്പോ ഇരിക്കുമ്പോ എല്ലാരും വിളിക്കണ്ടേ. ഉമ്മയുടെ ഒരു ഇമാജിനേഷനിലുള്ള ഒരു, അതായത് ഉമ്മ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വീടാണ് ആണോ അത്? അല്ലെങ്കിൽ അതിലും ഒരുപാട് മുന്നിലാണോ? ഞാൻ അവരോട് പറഞ്ഞത് എന്താണെന്നറിയോ? കൊക്കിലൊതുങ്ങണത് ചെയ്യാ. കടം ആരും ചോദിച്ചു ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് ഞാൻ എനിക്ക് മുന്നറിയിപ്പ് ആദ്യം കൊടുത്തുകൊള്ളു. ആ ഇത്ര കാലം നമുക്ക് അതൊന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ മാവൻ 10 ഉറുപ്പ്യ എനിക്ക് തരാണ്ട്, എൻ്റെ അമ്മ പൈസ തരാണ്ട്, ഇതൊന്നും ഇത്ര കാലം ആരും വന്നിട്ടില്ല. അതുപോലെ ഇതുവരെ മരിച്ചോളം നിൽക്കണം എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കല്യാണം കഴിഞ്ഞ് 1.5 വർഷം ആകുന്ന, അപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന. പക്ഷെ ഇത്ര നാളിന്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് 3 പേർക്കും ഒരു ചാൻസ് തരാം. ഇത്ര നാളിന്റെ ഇടയിൽ നൗഫലിനോട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും ചോദിക്കാൻ പറ്റാതെ പോയ ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാം. ആദ്യം ഭാര്യ ആയിക്കോട്ടെ. എനിക്ക് എപ്പോഴും ചോദിക്കണമെന്നുണ്ട് ഇക്കാരുടെ അടുത്ത്, പക്ഷെ പറ്റിയില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാണ്. ഐസ്ക്രീം ആയിരിക്കും. ചോദിക്കട്ടെ ചോദിക്കേ എല്ലാം ചോദിച്ചതാണേ. എല്ലാം നടത്തി കൊടുത്തെന്ന് വെച്ചു. അങ്ങനെ എല്ലാം നടത്തി തന്നു. അതായത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണ് ആദ്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടൂറ് പോവുക, എനിക്ക് ഇന്ന സ്ഥലം കാണണം. ഞാൻ കല്യാണം കഴിഞ്ഞ അടുത്ത മാസം 20 ദിവസത്തെ ട്രിപ്പാണ്ടായിരുന്നു. ഇന്ത്യ മൊത്തം. അതായത് 20 ദിവസം നമ്മൾ ഇവിടുന്ന് ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടില്ല, ഇങ്ങോട്ട് ഇത് വന്നിട്ടില്ല. നേരെ ഗോവ, പിന്നെ അവിടുന്ന് മുംബൈ, ഡൽഹി, കാശ്മീർ, ലഡാക്ക് ഒക്കെ പോയി വന്ന് അവസാന ഫിലിം സിറ്റി കണ്ടിട്ടാ വന്നു. ഇനി ചോദിക്കാൻ പറ്റൂല. ഇനി ചോദിക്കട്ടെ. അതല്ല, എന്തെങ്കിലും ആഗ്രഹങ്ങളല്ല, ചോദ്യങ്ങൾ. ഇപ്പം എന്ത് ചോദിക്കാമല്ലോ ജീവിതത്തില് ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു നിമിഷം ഏതാന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചോട്ടോ. ഇച്ചുണ്ടാവും, ഓൾക്കുണ്ടായില്ല. നിങ്ങൾക്ക് എന്താ? അല്ല, ഉമ്മാക്കൊന്നും ചോദിക്കാണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഏറ്റവും ചെറിയ കുട്ടിയുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കുക ഒരു മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടി? ഇത് നിന്റെ കിഡ്നി നിന്റെ പല ആഗ്രഹങ്ങളും ഞാൻ ഇപ്പൊ ഈ പ്രായത്തിൽ, എനിക്ക് 27 വയസ്സാണ്. ഈ പ്രായത്തിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ആ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ നടത്തി കൊടുത്തിട്ട് ഇനി ഇവര് ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര സ്വാർത്ഥതയുള്ള ഉണ്ടോ? ഇനി എന്തെങ്കിലും ഉണ്ടോ? അതുണ്ടാവും. അതുണ്ട്. അതാ ഞാൻ അവനോട് ചോദിച്ചത്. ഇവിടെ ഇത്താക്ക് ഇത് താത്തയല്ലേ? നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമല്ല, ഒരു ചോദ്യം. എന്താണ് ചോദിക്കുക? അവൾക്ക് വീടില്ല, അവർക്കൊരു വീട് വേണം. ഞാൻ അവിടെ വാടക വീട്ടിലാണ്. അത് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അവിടെയാണ്. നമുക്ക് അവിടെ നിന്ന് എന്തായാലും ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യമാണ്. കാരണം എനിക്ക് അവിടെ ലൈഫ് അവിടെ അങ്ങനെ സെറ്റിൽ ആയിടെ. അവിടെ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ വന്ന് അവിടെ ജീവിക്കണത് കുറച്ചും കൂടി ഒരു ഈസി. അവിടെ അതൊരു 10 വർഷമായി ഏകദേശം. അങ്ങനെ മുന്നോട്ട് പോയി. ആ ഒരു സാധനത്തിന് ഇവിടെ അവിടെ വോട്ടിന് പൈസ ഇട്ടു. കാർഡിന് 1000 ഉറുപ്പിക ഇട്ടു. ഇല്ല, ഞാൻ പറയാ അതുകൊണ്ടല്ല. നമുക്കിപ്പോ ഒരു മാസം അവിടെ ഇപ്പം അവിടുത്തെ ഭരണം മാറിയല്ലോ. ഇപ്പൊ സ്റ്റാലിനാണ് അവിടെ ഒരു റേഷൻ കാർഡിലെ ഒരു കുടുംബനാഥ ഒരു പെണ്ണുങ്ങളാണ് പറഞ്ഞാൽ മാസം നമുക്കൊരു 14-ാം തീയതി ഉണ്ടെങ്കിൽ 1000 ഉറുപ്പിക നമ്മുടെ അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കാ വരും. അതുമില്ലാതെ റേഷൻ കടയിൽ നിന്ന് കുറച്ച് നമുക്കൊരു ആനുകൂല്യം. അതുപോലെ നമ്മൾ ഇലക്ഷൻ ആണ് പറഞ്ഞാല് നമ്മൾ അവരെ തേടിപ്പോണ്ട ആവശ്യമില്ല. അവർക്ക് വോട്ടിന് വെച്ചിട്ട് അവർക്കുള്ളത് നമ്മുടെ വീട്ടിൽ കൊടുന്ന് അവർ തരും. അതുപോലെ കുറച്ചൊരു നെച്ചൂടായിട്ടുള്ള ഒരു കെട്ടും കെട്ടിട്ട് അങ്ങോട്ട് പോവാ. ഭാര്യക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കേ, എന്തെങ്കിലും ഒരു ചോദ്യം, ആഗ്രഹം അല്ലാതെ ചോദ്യം ചോദിച്ചാൽ മതി. ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യം. നിങ്ങളല്ലേ ലൈഫില് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയ നിമിഷം എന്താ? ഇതുവരെ ചോദിച്ചില്ല. ചക്കര പോയത് അതൊന്നുമല്ല, അതെനിക്ക് സന്തോഷമുള്ള നിമിഷം. കാരണം നല്ല രീതിക്ക് കെട്ടിച്ചു വിട്ടിട്ടുള്ള നല്ലൊരു ആനന്ദ കണ്ണീരായിരുന്നു കരച്ചിൽ വന്നത്. വിഷമമുള്ള നിമിഷം ആർമി നഷ്ടപ്പെട്ടതാണ്. നല്ല ആഗ്രഹമാണ്. കാരണം ഇവിടെ ഏറ്റവും ഞാൻ ചെറുപ്പം മുതലേ ഏതൊരു കുട്ടി ആദ്യം പറയാ വെടി വെച്ചിട്ട് ഞാൻ പട്ടാളക്കാരനാവും ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. മെഡിക്കലിലാണ് ഞാൻ പോയത്, ഫിസിക്കലൊക്കെ ഓക്കെ ആയിരുന്നു. അത് നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ മൊത്തത്തിലാകെ തളർന്നു പോയി. അതാണ് ഏറ്റവും വിഷമമുള്ള ഒരു നിമിഷം ഉണ്ടായിരുന്നത്. അതൊരു വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ലൈഫിലേക്ക് കിട്ടി. അതാ ചിലപ്പോ അത്രയും വിഷമിച്ചതിനുള്ള ഒരിതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ ആർമിയിലേക്കുള്ള ഒരു ചിന്ത അല്ല. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ നല്ല ഒരു രസത്തിലുള്ള കാലം, ഇഷ്ടകാലം നമ്മൾ എന്താ കടിച്ചു പൊളിച്ച് ഇങ്ങനെ പോവുക എന്നുള്ളത്. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോവാ. ഇനി തിരിച്ചൊരു ചാൻസ് തന്നാല് ഇവരോടൊക്കെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞാൽ ചോദിക്കും?
എന്റെ ലൈഫില് എനിക്ക് ഞാൻ ചെയ്ത എന്നോടാണ് ലൈഫിൽ എനിക്ക് ഞാൻ ചെയ്ത ഏറ്റവും സന്തോഷമായ ആ കാര്യം എന്താ? നിങ്ങളോ? ആ നിങ്ങൾ ഇന്നെ കല്യാണം കഴിച്ചത് നിങ്ങളോടല്ല ചോദിച്ചത്. അത് ഞാൻ പറയാം. ചോദിക്കണവരോട് ഉത്തരം പറയും. എന്നോട് ചോദിച്ചു മനസ്സറിയാ അതന്നെ കല്യാണം കഴിച്ചത്. അത് നല്ല കിട്ടല. നല്ല ഉത്തരം. ഇനി ഉമ്മാനോട് ചോദിച്ചിട്ടല്ലേ ചേക്ക് നിങ്ങളുടെ ലൈഫില് ഞങ്ങൾക്ക് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താ? അങ്ങനെയല്ലോ ചോദിക്കാല്ലേ, അങ്ങനെയല്ല ചോദിച്ചത്. ചോദ്യം അങ്ങനല്ലാന്ന്. ചോദ്യം അങ്ങനെയല്ലോ. ചോദ്യം ശരിയായിട്ടില്ല. ചോദ്യം ശരിയായിട്ടില്ലേ? എന്നാ പറഞ്ഞെന്ന് ചോദിക്കണോ? എങ്ങനെ ചോദിക്കണ്ടേ? എന്റെ മനസ്സിൽ തങ്ങോട്ട് പറയാം. പറഞ്ഞിട്ട് ഉമ്മക്ക് അറിയാ. അതിനെ ഞങ്ങൾക്ക് ചെയ്തരാ ഞങ്ങൾ വിചാരിക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും ചെയ്തരാൻ വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാത്ത നിങ്ങൾക്കുള്ള കാര്യം എന്താ? ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടും ചെയ്യാത്ത ചെയ്തു തരാത്ത കാര്യം. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ചെയ്തു തരാത്ത എല്ലാം ചെയ്തു കൊടുക്കും. ഒന്നും ചെയ്യാനില്ല. എല്ലാം ഒറ്റ വാക്കില് ഓക്കെ. ചോദ്യം ശരിയില്ല. ചോദ്യം ശരിയല്ലാതെ ഇനി സോഫിയോട് ഓൾക്ക് ഉണ്ടാവും. കാരണം ഓള് അവിടെ ഞങ്ങൾ ഇവിടെയാണ്. അപ്പൊ ഓളുടെ ചില ആവശ്യങ്ങൾ ചിലപ്പോ നടത്തണമെങ്കിൽ ഉണ്ടാവും. അപ്പൊ ഓൾക്ക് ഞങ്ങളുടെ കാര്യമായി ഓൾക്ക് ചിലപ്പോ നടത്തി കൊടുക്കാനുള്ള ഉണ്ടാവും. പക്ഷെ ആങ്ങളാന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവളുടെ കല്യാണത്തിന്റെ ടൈമിൽ ഞാൻ അത്രേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നമുക്കൊരു ഫിനാൻഷ്യലി ആയിട്ട് എന്തെങ്കിലും വരൽ തുടങ്ങിയിട്ടില്ല. മറ്റേത് എനിക്ക് കൂലിപ്പണിയാണ്. ഒരു അന്ത്യോളം വെയിൽ കൊണ്ടൊരു മനുഷ്യൻ പണിയെടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? അന്ന് അത് ആ പൈസന്റെ കയ്യിൽ കിട്ടി. എനിക്ക് അന്ന് 800 രൂപ അങ്ങ് കൂലി ഉണ്ടെങ്കിൽ ഞാൻ തൃക്കടിയിൽ എത്തുമ്പോഴേക്കും എന്റെ പൈസ കഴിയും. കാരണം അപ്പോഴേക്കും ആർക്കെങ്കിലും കൊടുക്കാണ്ടാവും. ഞാൻ ഡെയിലി 200 റുപ്യ ഇവിടെ കൊടുക്കും. ബാക്കി എന്റെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 500 റുപ്യ അവിടെ ചെലവാകും. പിന്നെ 100 റുപ്യ ഉള്ളത് എനിക്ക് പിറ്റേ ദിവസം അതായിരുന്നു എന്റെ ലൈഫ് ഉണ്ടായിരുന്നത്. കാരണം അത്ര ആ ലൈഫിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുടുംബത്തിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം എത്ര പൈസ കുറഞ്ഞാലും നമ്മളതിൽ ജീവിക്കും, കൂടിയാലും നമ്മളതിൽ ജീവിക്കും. കുറഞ്ഞപ്പോ ഒന്നുകൂടി സന്തോഷത്തോടെ ജീവിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. 200 റുപ്യയില് അരി വാങ്ങണം, കൂട്ടമക്ക വാങ്ങണം, ഗ്യാസ് നടക്കണം, കറണ്ട് ബില്ല് കെട്ടണം, ആശുപത്രി കേസ് നടത്തണം. 200 ഞാൻ ആ ടൈമിൽ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഇല്ല. അതാണ് ആ ടൈമിൽ 200 ആണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ഇല്ല. ഇപ്പൊ പൈസ നമുക്ക് വരൽ തുടങ്ങിയപ്പോ ഹോസ്പിറ്റൽ കേസ് ഇഷ്ടം പോലെ ആയി. അതായത് ഉപ്പാക്ക് ഹോസ്പിറ്റൽ കേസ്, ഉമ്മാക്ക് ഹോസ്പിറ്റൽ കേസ്, ഒരുപാട് ഹോസ്പിറ്റൽ കേസ്. അതായത് ഇപ്പോഴും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട് എന്ന് മാത്രം. അതെ, അത് എനിക്ക് തോന്നുന്നു നമുക്ക് താങ്ങാൻ പറ്റുന്ന ഭാര്യ പടച്ചോണ്ട് തരുള്ളൂ എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് അഫോർഡ് അതായത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഇപ്പൊ പടച്ച സഹായിച്ച് നിങ്ങൾക്ക് തട്ടിമുട്ടിയെങ്കിലും ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആശ്വസിക്കാം. ഇപ്പം 3 വർഷം ആകുന്നു ഈ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആദ്യം ഇട്ട ആ ഒരു വീഡിയോ ഓർമ്മയുണ്ടോ? ആദ്യം ഇട്ട വീഡിയോ നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇന്നലെയും കൂടി അത് എടുത്ത് നോക്കിയിരിക്കണം. ഞാനിങ്ങനെ ആ കൂലിപ്പണിക്ക് പോകണത് ഞാനിപ്പോ ആ കൂലിപ്പണിക്ക് പോവാണ്. അവിടുത്തെ പണി സ്ഥലവും അതൊക്കെ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായ വീഡിയോ. ഇപ്പൊ എടുത്തിങ്ങനെ കാണാ. അതിന് ഇപ്പൊ അതല്ലല്ലോ ഏറ്റവും ഫസ്റ്റ് വൈറലായത്. വൈറല് അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഒരു പാട്ടാണ്. എന്ത്? അത് നമ്മുടെ ചാനലല്ല, അത് വേറെ ചാനൽ. ആൽബം ചെയ്തായിരുന്നു. അപ്പൊ ആൽബം കൊറേയൊക്കെ ഒരു 10-25 ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ അങ്ങനെ മീഡിയയിൽ കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതമ്മ പറഞ്ഞു അതല്ല നമ്മുടേതായിട്ടുള്ള ചാനലിൽ വൈറലായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞതാണ് വൈറലായത്. അതായത് ഏതൊരു മനുഷ്യന്റെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് അറിയാൻ ആഗ്രഹിക്കുമല്ലോ ആളുകൾ. ഞാൻ എൻ്റെ ലൈഫ് പുള്ളി തെറ്റാതെ അഭിനയിച്ച് കാണിച്ചു, അഭിനയിച്ച് കാണിച്ചപ്പോൾ കുറച്ച് സബ്സ്ക്രൈബർ കിട്ടി. പിന്നെ അവര് സ്ഥിരമായിട്ട് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പം ആദ്യത്തെ ഒരു എമൗണ്ട് കിട്ടിയത് ഇങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു. പിന്നീട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇപ്പം ആൾക്കാർ ചോദിക്കുകയാണ്, എഡിറ്റിംഗ് ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ലൈവായിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് എഡിറ്റ് ഒക്കെ ചെയ്ത് കുറച്ചൊന്ന്? അല്ല, ഒരുപാട് ആളുകൾ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് സ്റ്റാൻഡേർഡിൽ ചെയ്തുകൂടെ? അതായത് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ക്യാമറ ഒക്കെ വെച്ച് മേക്കപ്പ് ഒക്കെ. നമുക്ക് അതിനോട് താല്പര്യമില്ല. നമ്മള് അതാവുമ്പോ അത് അഭിനയമായി പോവും. ആളുകളുടെ മുമ്പിൽ നമ്മൾ കോമാളി ആളുകൾ. അത് ഞാൻ ഇപ്പൊ ഒരു പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അളിയനെ പ്രാങ്ക് ചെയ്തു. ആ ഒരു പ്രാങ്കിന് ശേഷം ഞാൻ ഭയങ്കര ആളുകളുടെ മനസ്സിൽ ഭയങ്കര ക്രൂരനാണ്.
അതായത് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു ആൾക്കാര് അങ്ങനെ ചെയ്ത ആർട്ടൊക്കെ ഉണ്ടാവും. അല്ല, ഒരു പ്രാങ്ക് എപ്പോഴും പ്രാങ്കിന്റെ ലെവലിൽ എടുക്കും. ഞാനിപ്പോ അവനെ പ്രാങ്ക് ചെയ്യണമെങ്കിൽ എനിക്കറിയാം, പിന്നെ എന്റെ പെങ്ങള് എന്ന് പറയുമ്പോ അവള് സുഖമായിട്ട് അവള് ജീവിക്കണം. എനിക്ക് അളിയൻ എങ്ങനെയാണെന്ന് അറിഞ്ഞാലാണ് ഞാൻ അതിന് നിൽക്കുള്ളൂ. അളിയപ്പോ അതൊന്നും കേൾക്കാൻ പറ്റാത്ത ഞാനത് ചെയ്യൂല. അളിയ ഞാൻ പറഞ്ഞത് അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പ്രാങ്ക് ചെയ്തതും ഇതാക്കിയതും. കാരണം എന്താ വെച്ചാൽ കുറച്ച് കൂടിപ്പോയെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ പ്രാങ്ക് ആവണം, ആളുകൾ അത് ആസ്വദിക്കണം. അല്ലെങ്കിൽ ഞാൻ അളിയ സുഖമല്ലേ എന്ന് പറഞ്ഞാൽ പ്രാങ്ക് ആവൂലല്ലോ. അപ്പൊ അതാണ് അതിന് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. കൊറേ കമന്റ്സ് ഞാനും കണ്ടു, ഭയങ്കര ഇതായിട്ടുള്ള കൊറേ കമന്റ്സ്. ഇത്തനോട് ചോദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞത് അല്ല, നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഇന്നങ്ങ് പോകും. അങ്ങനെയാണ് പോകും. ഒരുപാട് പറയാണ്ട്. നിങ്ങൾ ഈ 2-20 മിനിറ്റിലൊന്നും ഒതുങ്ങൂല. അതന്നെ, അനക്ക് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം എന്ന് എനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞോ, ഓപ്പൺ ആയിട്ട് പറഞ്ഞോ, എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് എനിക്ക് പിന്നെ കൊക്കിലൊതുങ്ങിയതൊക്കെ ഉണ്ടോ? എനിക്ക് പറഞ്ഞാൽ വല്ലാണ്ട് ഒരു ആഗ്രഹമൊന്നുമില്ല. പക്ഷെ എനിക്കൊന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോ അത്ര സേഫ് സോൺ ആക്കി ഞാൻ എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ആക്കി കൊടുത്തിക്കണേ. ഇപ്പൊ എന്റെ കൂടെ നടക്കുന്ന തുണക്കാരന്മാർക്കും ആക്കി കൊടുത്തിക്കണേ. പിന്നെ ഓൾക്ക് ആക്കി കൊടുത്തിന്. പിന്നെ നിജാസ് ഇപ്പൊ അളിയനോട് ചോദിച്ചു തുടങ്ങിക്കോന്ന് ഞാൻ പറഞ്ഞു. തുടങ്ങിയിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെങ്കിൽ എന്റെ പെങ്ങളെല്ലാം രക്ഷപ്പെട്ടോ. അതായത് നമ്മളുടെ ലേബിളിൽ ഓരോരുത്തർ ഇപ്പൊ നമ്മളെ പൊക്കിപ്പ് ചെയ്യാൻ പറ്റും. അവളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുമ്പോൾ അവളെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എന്താ അതിലൊരു വരുമാനം ഓൾക്ക് കിട്ടും. ഇത് കിട്ടുകയാണെങ്കിൽ ഓലല്ലേ നേരാവുക. ആ ചിന്താഗതി. അല്ലാതെ ഞാൻ വന്നിട്ട് ഞാൻ മാത്രമേ കയറാം അങ്ങനത്തെ ചിന്താഗതി എനിക്കുള്ളത് എനിക്കുണ്ടാവും. അത്രേ ഉള്ളൂ. നമ്മുടെ കൂടെ നടക്കുന്നവരൊക്കെ രക്ഷപ്പെടണം. അതാണ് എന്റെ ഉയർച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരും ഇന്നേ വരെ യൂട്യൂബ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരാൾക്ക് ഞാൻ അങ്ങോട്ട് പോയി നെഗറ്റീവ് കമന്റ് ഇടാനോ ആരും പോയിട്ട് കുറ്റം പറയാനോ ഇങ്ങോട്ട് പറഞ്ഞാലും ഇവളടക്കം എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ താഴ്ന്നു കൊടുക്കണത്. അല്ല, ഇവള് ചിലപ്പോ ചില കമന്റ്സ് എല്ലാവരും ഒരേ കാറ്റഗറി ഉള്ള ആളുകളാവൂല. ചിലപ്പോ ഇവർക്ക് കമന്റ്സ് കണ്ടാൽ ഇടങ്ങാറാവും, ഉമ്മാക്ക് ഇടങ്ങാറാവും, സൗഫിക്ക് ഇടങ്ങാറാവും. അപ്പൊ എന്തിനാ നിങ്ങൾക്ക് പ്രതികരിച്ചൂടെ എന്ന് ചോദിക്കും. ഞാൻ പ്രതികരിക്കണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് പ്രതികരിക്കുമ്പോൾ നമ്മൾ എന്താക്കും, ഞാൻ പരമാവധി നമ്മൾ താഴ്ന്നു കൊടുക്കും. എന്താണ് എന്റെ ക്യാരക്ടർ അങ്ങനെ, നമ്മളെടുത്ത് എന്തെങ്കിലും തെറ്റ് വന്നതാവും എന്നിട്ട് ഞാൻ താഴ്ന്നു കൊടുക്കും. എല്ലാരും അങ്ങനെ ചെയ്യൂല. ഓക്കെ. ഇനി ഇപ്പം എക്സ്പെക്ടിങ് ബേബി ഫാദറൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അമ്മമാരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ എല്ലാ സ്റ്റേജും അതായത് എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളും കാണുമല്ലോ. അപ്പോ മകനായി കണ്ടു, ഒരു ആങ്ങളയുടെ ഇത് കണ്ടു, ഭർത്താവായിട്ട് കണ്ടു, ഇനിയിപ്പോ ഒരു വാപ്പയാവാൻ പോവാണ്. അപ്പോ ഉമ്മക്ക് എന്ത് തോന്നുന്നു, ഇത് എങ്ങനെയുള്ള ഒരു വാപ്പയായിരിക്കും? കോമഡി തന്നെയാണ്. സീരിയസ് ആയിട്ട് പറയുന്നേ. എന്താ വാപ്പ അങ്ങനെ തന്നെ വാപ്പ മാറുന്നുണ്ടോ? അങ്ങനെയല്ല, എങ്ങനെയുള്ളൊരു വാപ്പയായിരിക്കും? നല്ല വാപ്പയായിരിക്കും അല്ലെങ്കിൽ കുട്ടിക്കളിയുള്ള ഒരു വാപ്പയായിരിക്കോ? കുട്ടികളൊപ്പം കളിച്ചു, പെങ്ങളുടെ കുട്ടികളെ കൂടെ കളിച്ചിട്ടുണ്ടല്ലോ, അതേമാതിരി തന്നെ ഇരിക്കും. കുട്ടിക്കളി തന്നെ ആയിരിക്കും. ഭയങ്കര മെച്ചൂരിറ്റി പക്വതയൊക്കെ ഉള്ള ഒരു ആളായിരിക്കോ? പക്വത എനിക്ക് കുഞ്ഞും വെച്ചിട്ടില്ല. ഇത്രയും ഒരു മനുഷ്യൻ ചെയ്തിട്ട് ഇനി ഇങ്ങനെ പക്വത എന്നുള്ള എന്താണെന്ന് ചോദിച്ചു. എനിക്ക് അത് എന്റെ ഒരു ആഗ്രഹമാണ്. ഇനി ഞാൻ എന്ത് പക്വതയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ അറിയാലോ എനിക്ക് എന്ത് പക്വത ഇനി വെക്കണ്ടേ. ഇനി എനിക്ക് എന്ത് പക്വത വെക്കണ്ടേ? എപ്പോഴും ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്, അതാണ് ഞാൻ പക്വത അറിയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ആഗ്രഹത്തിൽ എങ്ങനെ ആവണം? കളിക്കുട്ടി പ്രായം കഴിയണം. പക്ഷെ അത് നല്ലതല്ലേ? അങ്ങനെയൊക്കെ മസിൽ പിടിച്ചിരുന്ന എന്തോ ചെയ്യൂ. അതിന് എനിക്കിഷ്ടമാണത്. ഒന്നില്ലെങ്കിൽ മാറണം പറയണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടം. 3 മക്കളും ഒരുപോലെ ഒക്കെ ഒരേ മാതിരി. ഞാൻ ഒന്നും എടുക്കില്ല. അവിടെ എന്തോ മുഖം മാറി. എന്താ മുഖം മാറി? ഷൂ അറിയണ്ടോളൂ. ഇത് എന്താ ഷൂ പറഞ്ഞ മൈക്ക് കൊടുക്കും ചോദിക്കാം. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇപ്പം ഇത്ര നേരം സംസാരിച്ചില്ലേ, ഒരു ചെറിയൊരു ടാസ്ക് വരാം. സിനിമയൊക്കെ കാണാറുണ്ടോ? സിനിമ അല്ല, സീരിയൽ കാണും. ഓ, ഏത് സീരിയൽ ഇഷ്ടം? ഏഷ്യൻ എല്ലാ സീരിയലും ഒന്നും പോലും നടക്കൂല. എന്റെ അതെ,
ഹോട്ട്സ്റ്റാർ ഒരു തുറന്ന് കാര്യം കൂടി ചിങ്ങിരി പറയട്ടെ, ഇനി നെഗറ്റീവ് വരുന്ന എന്താ ഈ ഉമ്മ സീരിയല് കാണും അങ്ങനെയാണ് ഇങ്ങനെ നിസ്കാര സീരിയലൊക്കെ എന്റെ വീട്ടിലുണ്ട് 24 മണിക്കൂർ നിസ്കാരം പോയില്ലായിരിക്കും. അത് കഴിഞ്ഞ നേരം ആ ഒരു സമയം ആയിക്കഴിഞ്ഞാൽ അല്ല അവരൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നത് അങ്ങനെ കാണുന്നു ഞങ്ങൾ ആസ്പത്രി 2 മാസം കാണുന്നു. പിന്നെ ഞങ്ങൾ ടിവിയിൽ പൈസ ഒന്നും കേട്ടിട്ടില്ല. ഇല്ല. ഒരുപാട് ആളുകൾ ഈ മൊബൈൽ യൂസ് ചെയ്യുന്ന മൊബൈൽ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? എല്ലാരും പറയും ടി വി കാണൂല, മൊബൈല് ഇല്ലാത്ത ഒന്നുമില്ല. അതെല്ലാരും കാണുന്നുണ്ട്. അതെന്താ നമ്മൾക്കൊക്കെ എന്നാ ടി വിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അയിഞ്ഞാട്ടലൊന്നുമില്ല. ഈ ഫോണിലാണ്. നമ്മളൊക്കെ ഫോണിൽ നോക്കും. ഉമ്മാക്ക് ഞാൻ ഫോണിൽ നോക്കൂല. ഞാൻ കളിക്കാൻ അറിയൂല. ഫോൺ ഉപയോഗിക്കാൻ അറിയോ? ഇല്ല, വലുപ്പത്തത് അറിയില്ല. മറ്റേ ചെറുതുണ്ട്, ചെറുത്. ചെറിയ നോക്കിയ ഫോൺ. അതിലേക്ക് നമ്പർ എടുക്കാനും കൂടി അറിയില്ല. അറിയില്ല. എന്റെ ചക്കര പോകുമ്പോ നമ്പർ എഴുതി വെച്ച് കൊടുക്കോ. അല്ല, ഇങ്ങനത്തെ ഒരു ഫോൺ വാങ്ങിത്തരാൻ പറ. എന്തിന്? അല്ല ഉമ്മ മാറി മാറി ഫോൺ വിളിക്കും. ഉമ്മ ബിഗ് ബോസ് ആണോ? അത് വേണം. ഇഷ്ടാണോ? ആരിഷ്ടം? അത് ഞാനിപ്പോ 50 അവിടുന്ന് കാണലെടുത്തിക്കണം. 50 കഴിഞ്ഞിട്ട് 50 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാണുന്നു. ഇപ്പൊ ആരിഷ്ടം? കുർത്ത പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടല്ല. ആണുങ്ങൾ ഇഷ്ടാണോ? ആണുങ്ങളില്ല, പെണ്ണുങ്ങളില്ല. ആരിഷ്ടല്ലേ? പിന്നെ എന്തിനാണ് കാണുന്നത്? അതൊരു രസം. ഉമ്മാനെ ബിഗ് ബോസിൽ വിളിച്ചാ പോവും? ഇല്ല, എന്തേ? പണിക്ക് പോകാം. അവർക്ക് ചോറ് വെച്ച് കൊടുക്കാത്. കളിച്ചാലൊന്നും വയ്ക്കൂല. എന്താ? അവിടെ ചോറ് വെക്കാൻ പോവാണ്, കളിക്കാൻ വയ്ക്കൂല. വിളിച്ചാ പോകുന്നേ. ഗെയിം കളിക്കാൻ പോവില്ല? എന്താ? ശ്വാസം മുട്ടാണ്. ഗെയിം കളിക്കുമ്പോ ശ്വാസം മുട്ടും. ശരി, ഓക്കെ. എന്തായാലും ഒരു ചെറിയ സെഗ്മെന്റ് തരാം. അഭിനയിക്കാൻ അറിയോ? ആക്ഷൻ കാണിക്കാൻ അറിയോ? അതൊന്നും എനിക്കറിയില്ല. എന്നാ അറിയാവുന്ന എന്താന്ന് പറ. ഞാൻ അങ്ങനെ വളവളേനോ പാട്ട് പാടാൻ അറിയോ? എന്നാ ഉമ്മക്ക് ഇല്ലട്ടോ. ഉമ്മക്ക് വേറൊരു ഗെയിം വരാം. ബിരിയാണി നിന്നിട്ട് പറഞ്ഞിരിക്കുക, ശ്വാസം മുട്ടാണ്. അത് ബിരിയാണി പാടുന്നത്. ഉമ്മാക്ക് വേറെ ഗെയിം വരാം. മറ്റേ അക്ഷരത്തിന്റെ ഗെയിം ഉമ്മാക്ക് കൊടുക്കാം. ഏതക്ഷരം? ഞാനൊരു അക്ഷരം തരാം. പിന്നെ ഞാൻ ചോദിക്കണ എല്ലാ ചോദ്യത്തിനും ആ അക്ഷരം വെച്ച് ഉത്തരം പറയണം. ഒരു മാ. വെറും മാ. അപ്പൊ ഞാനിപ്പോ പേരെന്താന്ന് ചോദിച്ചാ മാ വെച്ചിട്ടുള്ള ഒരു പേര് പറയണം. സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ട, ഉമ്മ മാത്രം ഉമ്മ മാത്രം. കുറച്ച് ചെറുക്കാണ്ടാവും. മാന്നില്ലേ, ഉമ്മ ഞാനാണ്. അല്ല, ഇനി എന്ത് ചോദിച്ചാലും മാ കൊണ്ട് ഒരു മാത്രമേ ചോദിക്കുക, പറയാൻ എന്ത് ചോദിച്ചാലും നിങ്ങൾ മാ ആദ്യം വരണം. ഇപ്പൊ ഞാൻ ഉമ്മയുടെ പേര് ചോദിക്കുന്നത്. അപ്പൊ മാ വെച്ചിട്ടുള്ള ഒരു പേര് അങ്ങനെ പറയണം. മറിയാം. അങ്ങനെ അങ്ങനെ പറയണം. അങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും പറയണമെന്നില്ല. എന്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ മതി. എന്താ എവിടെ പോയതാ ഞങ്ങൾ വരുന്നതിന് മുന്നേ? ഞങ്ങളോ? ഞങ്ങളല്ല, മാ വെച്ച് വെച്ച് പറയണം. പറയണം. മൗലൂദിന്. ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? മാങ്ങ. ഈ മോന്റെ പേരെന്താ? ഉമ്മാവല്ലേ, നൗഫൽ. മാ വെച്ചിട്ട് പറയണം. വായിച്ചിട്ട് പറയണോ? മകൻ. നല്ല പേര്. നല്ല പേര്. മാങ്ങാനല്ലേ. ഉമ്മാക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം? മാവേലി സ്റ്റോർ. മാവേലി സ്റ്റോറിൽ പോകാനാണ് ഇഷ്ടം. അന്നം കിട്ടണ്ടേ? ശരി ശരി. നല്ല പോയിട്ടാണ്. കറക്റ്റാ. ഉമ്മാക്ക് ചെറുപ്പത്തില് ആരാവാനായിരുന്നു? അല്ല, ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വലുതാവുമ്പോ ആരാകാനായിരുന്നു ആഗ്രഹം? മാമാട്ടി. അതെങ്ങനെ പറഞ്ഞു? അതെന്താ അങ്ങനെ? എന്തെങ്കിലുമൊക്കെ പറയാ. ഓക്കെ. മരുമോൾ ഉണ്ടാക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം? ബിരിയാണി. മാ വെച്ചിട്ട് ഞങ്ങൾ ഒന്നും ഇവിടെ ഞാനും ഉണ്ടാക്കിയില്ല, ഓളും ഉണ്ടാക്കിയില്ല. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കോ? മീൻകറി? അത് മീനല്ലേ? പള്ളി പുള്ളിയൊക്കെ ആവാം. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? മീൻ വണ്ടി. പറഞ്ഞോടുത്താ മീൻ വണ്ടി ആരാ പറഞ്ഞെടുത്താ? ആ, സൂപ്പർ. ഉമ്മാക്ക് പോവാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം? കൊല്ലം. മാമന്റെ കൊല്ലത്തിലെവിടെ? മായന്നൂര്.
നൗഫല് ചെയ്ത ഒരു കുരുത്തങ്ങട്ട ഒരു കാര്യം എന്താ? അത് മാല് പറയണം. അതുമായി പറയണം. ചക്കരനെ മാവുന്ന് ചക്കര മാവ് പറഞ്ഞെടുക്കും. പിന്നെ എന്തുത്തര അല്ല, അവൻ ചക്കരനെ കല്യാണത്തോണ്ട് പോകും. എവിടെയും പറയാത്തൊരു കോമഡി കേട്ടോ. അത് ഭയങ്കര കോമഡി. ഇപ്പൊ പറഞ്ഞ അതായത് പണ്ട് ചെറുപ്പത്തില് ഞാൻ എവിടെ പോവാണെങ്കിലും ചക്കരനെ കൂടെ പോകും. അതായത് വിളിക്കാത്ത കല്യാണത്തിന് പോലും പോകും. ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിന്. പണ്ട് ചക്കരനെ നമ്മൾ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ ഞാൻ കൊണ്ടുപോകും. കാരണം എനിക്ക് കല്യാണത്തിന് ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പറ്റൂല. അങ്ങനെ ഞാൻ എന്താക്കും, എനിക്ക് ചെറിയ പ്രായത്തിലുള്ളപ്പോ ഒരു ചെറിയ ലേഡീസിന്റെ സൈക്കിൾ എന്റെ ഉമ്മ എവിടുന്നോ കൊണ്ടുവന്ന ഉമ്മയുടെ കുടുംബത്തിൽ നിന്ന് എവിടുന്നു. അങ്ങനെ ആ സൈക്കിളും വരുത്തിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ 2 ഇൻസിഡന്റ് ആണ് എനിക്കും ചക്കരക്കും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ പുറത്തൊരു മാവ് മൂച്ചയുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, ചക്കര എന്റെ അടുത്ത് നിർത്തി. കാരണം അപ്പുറത്ത് നിർത്തിയാലാണല്ലോ ഞാൻ ഈ റോട്ടിൽ നിന്നാണ് എന്താണ് ഈ മാവ് ഉള്ളത്. മാവിൽ നല്ല മാങ്ങ ഉണ്ട്. അങ്ങനെ എന്താക്കി, ഇപ്പുറത്ത് നിർത്തി കഴിഞ്ഞാൽ ചക്കരന്റെ മേത്ത് തട്ടുവെച്ചിട്ട് ഞാൻ ഇന്റെ അടുത്ത് നിർത്തി. അങ്ങനെ ഈ മാവിനെ എറിഞ്ഞപ്പോ ആ കൊമ്പിന് തട്ടിയിട്ട് ചക്കര തലക്കട്ടി. അതായത് ഇന്റെ അടുത്ത് അവിടെ നിർത്തിയിട്ട് തട്ടണ്ടാന്ന് വിചാരിച്ചതാ. പക്ഷെ എടുത്ത് നിർത്തി കൊമ്പുമ്പോ തട്ടിയിട്ട് ഇവിടെ കൊണ്ട് ഇപ്പോഴാ പാടുണ്ട്. അതായത് ഇപ്പോഴും കണ്ണിന്റെ ഇവിടെ ആ പാടുണ്ട്. ഞാൻ അവിടെ ഇവിടെ വന്ന് എനിക്ക് അടി കിട്ടുമല്ലോ. അന്ന് ചെറിയ കുട്ടിയാണ്. പറയല് ചക്കര ഇത് ഇവിടുന്ന് വീടാണ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടായി. പിന്നെ രണ്ടാമത് ഇതേമാതിരി അത് കല്യാണത്തിന് പോയതാട്ടാ. അങ്ങനെ കല്യാണത്തിന് പോയി വരുമ്പോ നല്ല ബീഫ് ബിരിയാണി നിൽക്കണേ. അപ്പൊ ഈ വെല്ലുങ്ങൾ വരുമ്പോ ഒരു ഇറക്കം കണ്ടില്ലേ, ആ ഇറക്കത്തിന്റെ അവിടുന്ന് ഓള് മുമ്പിലായിരുന്നു നിൽക്കണേ. അല്ല മുമ്പിലല്ല, അത് ലേഡീസിന്റെ അന്ന് വേറെ വണ്ടിയാ, മറ്റേ വണ്ടിയാ, ഒരു വണ്ടിയാ. ഒരു വണ്ടി ഉണ്ടാവൂല്ലോ പണ്ട് വലിയ. ആ ലേഡീസിന്റെ വണ്ടി മാറ്റി പിന്നെ ഒരു വണ്ടിയായിരുന്നു. അങ്ങനെ ഒരു വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തിട്ട് ഈ ബ്രേക്ക്, അതിന്റെ ബ്രേക്ക് ഇങ്ങനെ പിടിക്കുക. ഈ 2 ബ്രേക്കും കയ്യിൽ നിന്ന് എനിക്ക് ബീഫ് ബിരിയാണി നിന്നോണ്ട് ഈ ബ്രേക്ക് ഓൾറെഡി ഇതിന് ബ്രേക്ക് ഇല്ല. എന്നിട്ട് ഞാൻ ഇതിന് പിടിച്ചത് കിട്ടണില്ല. മുമ്പില് ശിവശക്തി ബസ്സും. ഞാൻ ഒന്നും നോക്കിയില്ല. ഞാൻ ഇപ്പഴത്തെ ഇടവഴിക്ക് കയറ്റി. ചക്കരനെ കാണാനല്ല, ചക്കരന്റെ അപ്പുറത്തെ ഒരു പൊന്തീന്ന് നീച്ചു വരുന്നുണ്ട്. അതായത് അങ്ങനെയൊക്കെ കുറെ സംഭവം, രസകരമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ ഒന്നും പറയണ്ടാറില്ല. ഇങ്ങോട്ട് ഇവര് 2 മുണ്ടൂല. പറയുന്നത് ഞാൻ കടയിൽ പോയ ആൾക്കാരെ പറയാം. ഗെയിം അടിപൊളിയായിട്ട് കളിച്ചിട്ടാ. കളിച്ചു. സൂപ്പർ. ഇന്ന് നിങ്ങൾക്ക്